കൂടി ഓരോ ചോദ്യത്തിനും എങ്ങനെയാണ് മറുപടി നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചേരുംപടി ചേർക്കുന്ന ഒരു 10ഓളം വരുന്ന ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനും കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ട് ചേരുംപടി എടുത്തു എന്ന് ചോദിച്ചാൽ കുറെ അധികം ചോദ്യങ്ങൾ ചേരുംപടിയിൽ നിന്ന് വന്ന് കണ്ടത് കൊണ്ടും അതുപോലെ ചേരുംപടിയിലാണ് പലപ്പോഴും ഈ ഓപ്ഷൻ മാറി കുത്തുന്നതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തുടർന്നും PYQ സെഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. ഇന്ന് നമ്മൾ എന്തായാലും ചേരുംപടി ചേർക്കലിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ശരിയായി ചേർത്ത് എഴുതിയിട്ടുള്ള ഗണം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ പ്രാചീന കൃതികളിലുള്ള വരികളും അതേസമയത്ത് അപ്പുറത്തെ പട്ടികയിൽ കൃതികളും ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? എ, തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല തൊടുക്കിന്റെയും പുണ്ടരീകാക്ഷ പൂജയായി. അന്ധൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ എന്നുള്ളതാണ് ബി. സി, മൂഢത കൊണ്ടു ഞാനേ താനുമുണ്ടിന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു. ഏറ്റവും അവസാനത്തെ വാണിയിടുക നാരദമെന്നു നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹ വേദാംബികെ. ഇപ്പുറത്തെ പട്ടികയിൽ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? നമുക്ക് കണ്ണശ രാമായണമുണ്ട്, കൃഷ്ണഗാഥയുണ്ട്, അനന്തപുര വർണ്ണനം, രാമായണം ചമ്പു, അധ്യാത്മ രാമായണം. ഇത്രയും കൃതികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വരികൾ ഏത് കൃതിയിലാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. അതിൽ ഒരെണ്ണെങ്കിലും നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇല്ലേ? ഒരെണ്ണം നമുക്ക് എന്തായാലും പെട്ടെന്ന് പറയാനായിട്ട് പറ്റും ഏതാണെന്നുള്ളത്. തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല തൊടുക്കിന്റെയും പുണ്ടരീകാക്ഷ പൂജയായി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് വരേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്, അന്തൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ എന്നുള്ളത്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ ഷെയറിംഗ് ആയതുകൊണ്ട്. അപ്പൊ മനസ്സിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്തായാലും ഇപ്പോൾ ക്ലിക്ക് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് തന്നെ ക്രാഷ് കോഴ്സിന്റെയും മെയിനിലും എല്ലാത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രാചീന കൃതികളുടെ പ്രാചീനത്തിൽ നമുക്കുള്ള ഒരു എളുപ്പം കൂടിയാണ് അത്. സമകാല കവിതയെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് കൃതിയിലെ എഴുത്തിന്റെ സവിശേഷതകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭാഷാ ശൈലി രീതികൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോ ഇവിടെ തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ആ വരി വരുന്നത് ഏതിലാണ്? നമുക്കറിയാം, അനന്തപുര വർണ്ണനത്തിലാണ് അല്ലെ? ഏതിലാണ്? അനന്തപുര വർണ്ണനത്തിലാണ്. അത് പണ്ട് മുതലേ UGC നെറ്റിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് അത് കിട്ടുമായിരിക്കാം. അപ്പൊ എന്താണ് ഓപ്ഷൻ എ എന്നുള്ളത് 3 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി അന്തൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ എന്നുള്ളതാണ്. അത് ഏതിലായിരിക്കും? അത് നമുക്കറിയാം, അതിന്റെ മുൻപുള്ള കുറച്ച് വരികളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. എന്താ? നമ്മുടെ കണ്ണശ രാമായണത്തിലെ മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഇതന്ധൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ എന്നുള്ള ആ ഒരു കവിയുടെ ശ്രമത്തിനെ പറയുന്ന വരികളാണ് അല്ലെ? അപ്പൊ കണ്ണശ രാമായണം ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഏതായിരിക്കും? ബി എന്നുള്ളത് 1 ആയിരിക്കും. അപ്പോൾ A3B ഫസ്റ്റ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തുറപ്പിക്കാനായിട്ട് പറ്റും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? ഇനി ബാക്കിയുള്ളതിൽ ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് ആ 2 ഓപ്ഷനുകൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ മൂഢത കൊണ്ടു ഞാനേ താനുമുണ്ടിന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു. അപ്പൊ സി ഏതാണ്? സി എന്നുള്ളത് 2 ആണ്. കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുള്ള കവിയുടെ ഒരു ശ്രമത്തിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. അതുപോലെ വാണിയിടുക നാരദമെന്നു നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാംബികെ എന്നുള്ളത്
അധ്യാത്മരാമായണവുമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണശരാമായണം ആയിക്കോട്ടെ, കൃഷ്ണഗാഥ ആയിക്കോട്ടെ, അനന്തപുരവർണ്ണനം ആയിക്കോട്ടെ, രാമായണ ജംബു ആയിക്കോട്ടെ, ഇനി രാമകഥാപാട്ട് ആയിക്കോട്ടെ, ഏതാണെങ്കിലും പ്രാചീന കൃതികളിലുള്ള വരികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാഹിത്യ ചരിത്രങ്ങളിൽ ഇപ്പൊ പാട്ടുപ്രസ്ഥാനം, പ്രതിരോധവും സമന്വയവും, അതുപോലെ എരുമേലിയുടെ പുസ്തകം, കവിതാ സാഹിത്യ ചരിത്രം, കെ എം ജോർജിന്റെ പുസ്തകം, അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് മറച്ചു നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കി ഓരോ കൃതിയും പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ഭാഷാ ശൈലി നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ വരികൾ ഒന്ന് ജസ്റ്റ് മറച്ചു നോക്കിയത് കൊണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ വായിക്കേണ്ട, ജസ്റ്റ് വരികൾ മാത്രം നമുക്ക് മറച്ചു പോയാൽ തന്നെ കിട്ടും. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കൃതികൾ ഏതൊക്കെയാണ്? ഇപ്പൊ കണ്ണശ്വരാമായണം അല്ലെ. കണ്ണശ്വരാമായണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാഹിത്യ ചരിത്രങ്ങൾക്കകത്തൊക്കെ തന്നെ അതിന്റെ സന്ധ്യാവർണ്ണനയും അതുപോലെ മധ്യാഹ്ന വർണ്ണനയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിലെ വസന്തവർണ്ണനയെ പറ്റിയിട്ട് ഇപ്രകാരം: കാണാ കോമള വല്ലികളാകിയ കന്യകമാരെ നടം ചെയ്യിച്ചേ വീണാനാദമെനും നവ ബൃംഖവിനോദ മനോഹര ഗീതത്തോടെ പൂണാരണി മുലമാരോടു കൂടിയ പുരുഷാണാമധിസുഖകരമായേ നീണാളും വനരംഗേ മേവിന നിരുപമമാരുത നർത്തനലീലാം എന്ന് കിഷ്കിന്ധാകാന്ഡത്തിലെ വസന്തവർണ്ണനയുണ്ട്. അതേതാ സാഹിത്യ ചരിത്രങ്ങളിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള കണ്ണശ്വരാമായണമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് എഴുതുന്ന വരികളാണ്. അപ്പൊ അത് നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള വരികൾ എടുത്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതയോട് രാമനെ പറ്റി പറയുന്ന അവൻ അതിസുന്ദരൻ ഇന്ദു സമാനൻ എന്ന് തുടങ്ങുന്ന ആ വരികൾ, അതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള വരികളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പലരുടെയും മംഗള ശ്ലോകങ്ങള്, പ്രാർത്ഥനകള് രാമചരിതത്തില് ഇപ്രകാരം ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാമചരിതത്തിൽ നമ്മളോട് എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഊനമറ്റേഴും ഈ രാമചരിതത്തിൽ ഒരു തെല്ല് ഊഴിയിൽ ചെറിയവർക്കറിയുമാർ ഉര ചെയ്യുവാൻ എന്നുള്ളതാണ് രാമചരിതത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതൊക്കെ നമ്മൾ ക്ലാസ്സിന്റെ സമയത്തൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ണശ്വരാമായണത്തിലാണെങ്കിൽ കവി മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഇത് അന്തം ഞാൻ കേവലം ഒട്ടെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ എന്നാണ് പറയുന്നത്. അതുപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ നമ്പ്യാർ എടുക്കുകയാണെങ്കിൽ സഭാപ്രവേശം തുള്ളലില് ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് പറയുന്നുണ്ട്. ഇനി വരികളുടെ സാമ്യത വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ രാമചരിതത്തിനകത്തുള്ള ജ്ഞാനമെങ്കൽ വിളയിത്തു തെളിയിത്തിനിയജൊൽ നായികെ പരവയിൽ തിരകൾ നേരുടൻ തേനുലാവിന പദങ്ങൾ വന്തു തിങ്കിനിയതം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപും. ആ വരികളാണ് എന്തായത്? ഭാരതമാലയില് കണ്ണശൻ വന്നിട്ട് ഇളകിന സാഗര വീജികൾ മേന്മേൽ ഇതമോട് വന്നുളവായതുപോലെ, അത് എഴുത്തച്ഛനിലേക്ക് വന്നപ്പോ എന്തായി? വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്നായി. അപ്പൊ ഇത്തരത്തിൽ സാമ്യതയുള്ള വരികൾ, അതുപോലെ മംഗള ശ്ലോകങ്ങൾ, കവിവാക്യങ്ങൾ, അവസാനിപ്പിക്കുന്ന ശ്ലോകങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട കൃതികൾ ബാക്കിയുള്ളതൊക്കെ ഏതൊക്കെയാണ്? കണ്ണശ്വരാമായണം, രാമചരിതം, തിരുനിഴൽമാലയ്ക്ക് അകത്തുള്ള പിന്നെ മധ്യാഹ്ന വർണ്ണനയും സന്ധ്യാവർണ്ണനയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എരുമേലിയുടെ പുസ്തകത്തിലും ലീലാവതി ടീച്ചറുടെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണഗാഥ പ്രധാനപ്പെട്ടതാണ്. അനന്തപുര വർണ്ണനം നോക്കി പോകേണ്ടതാണ്. രാമായണം ചമ്പു, അതിനകത്ത് പ്രധാനപ്പെട്ട വരികൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, അതിലൊക്കെ ഭാഷാ ശൈലികൾ, അതുപോലെ അച്ചീചരിതങ്ങൾ, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം തുടങ്ങിയിട്ടുള്ള വരികളിൽ ചരിതങ്ങളിലൊക്കെ തന്നെയുള്ള വരികൾ, ബ്രഹ്മാണ്ഡ പുരാണം, അംബരീക്ഷോപാഖ്യാനം, നളചരിതം, അതിലൊക്കെ ഭാഷാ ശൈലികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ മണിപ്രവാള കൃതികൾ, ചെറിയച്ചി, കൗണോത്തര, വൈശികതന്ത്രം പോലുള്ള കൃതികൾ. വൈശികതന്ത്രത്തിലാണ് കല്ലിനെ പെരിയ കായലാക്കലാം, എൻ മുത്തിയാൾ തന്നിലെ ചെവിയിൽ ഓദിന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ ഇതിലാണ്, വൈശികതന്ത്രത്തിലാണ് വരുന്നത്. ജ്ഞാനപ്പാന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും അങ്ങനെയുള്ള വരികൾ, കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിൽ നമ്മൾ വരികൾക്ക് കുറച്ചുകൂടി ഫോക്കസിങ് കൊടുക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്താണ്? നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. A3, B1, C2, D5 എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ചലച്ചിത്ര ഗാനങ്ങളും അവയുടെ രചയിതാക്കളും
അത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലാണ് എപ്പോഴും എല്ലാം പഠിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ ഇതിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത പാട്ടുകളൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓപ്ഷൻ എ ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു. ഓപ്ഷൻ ബി ഒന്നിനി തിരുതാഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഓപ്ഷൻ സി അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഡി ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ഇപ്പുറത്ത് പട്ടിക 2 നമുക്ക് തന്നിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, കെ ജയകുമാർ, ONV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി. ഇത്രയും പേരാണ്, 5 പേരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ചിലതൊക്കെ നമുക്ക് പരിചിതമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പിടികിട്ടും. ഒന്ന് ആലോചിക്കാനുള്ള സമയമാണ് ഞാൻ ഈ ഒരു സൈലൻസിലൂടെ തരുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിക്കാം. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, അതുപോലെ ഒന്നിനി തിരിതാഴ്ത്തി പാടുക പൂങ്കുയിലെ, അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, ചന്ദനലേപ സുഗന്ധം. ഇത്രയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരിയെ തന്നിട്ടുണ്ട്, കൈതപ്രം തന്നിട്ടുണ്ട്, കെ ജയകുമാർ തന്നിട്ടുണ്ട്, ONV കുറുപ്പ് തന്നിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഇതായിരിക്കും അല്ലെ, ഓപ്ഷൻ സി എന്ന് പറയുന്ന വരികളായിരിക്കും. അപ്പൊ അത് ആരുടെയാണ് നമുക്കറിയാം, കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ എഴുതുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരിക്കും അല്ലെ. അപ്പൊ സി എന്നുള്ളത് 1 ആണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ എന്തായി, നമ്മൾ ഏതിലേക്ക് എത്തി, ഓപ്ഷൻ ബി എന്നുള്ളതിലേക്ക് എത്തി. നിൽക്കട്ടെ, ഉറപ്പിക്കാൻ നമ്മൾ വരട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കണം. ബാക്കിയുള്ളതും കൂടി നോക്കുമ്പോൾ ഇനി കുറച്ചുകൂടി നമുക്ക് ഇതിൽ അറിയുന്ന വരികൾ ഏതായിരിക്കും, ചന്ദനലേപ സുഗന്ധമായിരിക്കും. അപ്പൊ അതാരാണ് എന്നുള്ളത് നമുക്ക് എന്തുണ്ട്, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ONV നമുക്ക് ഡൗട്ട് വരാം. പക്ഷെ ഇവിടെ ONV അല്ല, ജയകുമാറാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ C1D3 ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും? C1D3 ഇവിടെ വേറെ ഏതിലും ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലുമൊക്കെ 2 എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ പലപ്പോഴും ഇതിൽ നമുക്ക് ഒരെണ്ണൊക്കെ അറിയണത് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചലച്ചിത്ര ഗാനത്തിൽ എപ്പോഴും അവർ അങ്ങനെ കുറച്ച് റിസ്കി ആയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ശരിയായിട്ടുള്ള ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി എന്നുള്ളതായിരുന്നു ഉത്തരം. നമ്മൾ നോക്കി നോക്കാം. ഇനി അതിന്റെ ഡീറ്റെയിൽ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരി ഏതൊക്കെയാ, സൂര്യകിരീടം വീണുടഞ്ഞു, അതുപോലെ പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ, ആരോ വിരൽ മീട്ടി, പ്രണയവർണ്ണങ്ങളിലെ പാട്ട്, അതുപോലെ കണ്ണും നട്ട് കാത്തിരുന്നിട്ടും, ആകാശദീപങ്ങൾ സാക്ഷി, ഇന്നലെ എന്റെ നെഞ്ചിലെ, നിലാവിന്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ, നിലാവേ മായുമോ, നീ ഉറങ്ങിയോ നിലാവേ, കളഭം തരം, ഹരിമുരളീരവം തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ ആരുടെയാണ്? പുത്തഞ്ചേരിയുടെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, കുറെ അധികം ഉണ്ടായിരിക്കും. അപ്പൊ ചോദിക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അടുത്ത ആള് കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ ഇന്ദുലേഖ കൺതുറന്നു, അതുപോലെ കളിവീടുറങ്ങിയല്ലോ, പ്രമദവനം വീണ്ടും, മറക്കുമോ നീ എന്റെ മൗനഗാനം, കരിനീല കണ്ണഴകി, കണ്ടു ഞാൻ മിഴികളിൽ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആരുടെയാണ്? കൈതപ്രം തിരുമേനിയുടേതാണ്. ഇനി ONVയുടെ ഏതൊക്കെയായിരുന്നു? ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, ആരണ്യകത്തിലെ പാട്ട്, ഒരു തലം മാത്രം വിടർന്നൊരു, ഓർമ്മകളെ കൈവള ചാർത്തി, അങ്ങനെ പ്രധാനപ്പെട്ടത് മാത്രം. കെ ജയകുമാറാണ് കുറച്ച് ഫെമിലിയർ അല്ലാതിരിക്കുക. കുടജാദ്രിയിൽ കുടികൊള്ളും, അതുപോലെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന, സൗവർണികാമൃത വീജികൾ, ആ പാട്ടൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ ഘനശ്യാമ മോഹനകൃഷ്ണ, ആഷാഢം പാടുമ്പോൾ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾക്ക് എത്ര കിനാക്കൾ ഉണ്ടായിരിക്കും, അതുപോലെ സൂര്യാംശു ഓരോ, കെ ജയകുമാറിനെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ സൂര്യാംശു ഓരോ അൽപ്പൂവിലും അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചന്ദനലേപ സുഗന്ധം, കളരി വിളക്ക് തെളിഞ്ഞതാരോ. ഇത് ONV ആണോ കെ ജയകുമാർ ആണോ എന്നുള്ളത് ചിലപ്പോൾ ചില പാട്ടുകളെങ്കിലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ആള് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു, പാടാം നമുക്ക് പാടാം, ഒന്നാം രാഗം പാടി, താമരക്കിളി പാടുന്നു,
പിന്നെ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, പിന്നെ അകലെ അകലെ നീലാകാശം, സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം, ഉത്തരാസ്വയംവരം, കഥകളി കാണുവാൻ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനൊക്കെ ശ്രീകുമാരൻ നമ്പിയുടെ പ്രധാനപ്പെട്ട പാട്ടുകളാണ്. ഇനി ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, അതുപോലെ ഇന്ദ്രനീലിമയോലും, അതൊക്കെ മികച്ച ഗാനരചയിതാവിനൊക്കെയുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെയാണ്. ആരെയും ഭാവഗായകനാക്കും, ഒരു പിന്നെ സാഗരങ്ങളെ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, അങ്ങനെയുള്ള മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചർച്ചയൊക്കെ ONVയുടെ പാട്ടുകളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം ഇത്തരത്തിലൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ ഓരോ ചോദ്യത്തിന് ശേഷവും കടന്നു പോകണം. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു ആരായിരുന്നു? ശ്രീകുമാരൻ തമ്പിയായിരുന്നു. ഒന്നിനെ തിരുതാഴ്ത്തി പാടുക പൂങ്കുയിലെ ആരായിരുന്നു? ONV കുറുപ്പായിരുന്നു. അമ്മമഴക്കാരന് കണ്ണിറങ്ങി എന്നുള്ളത് പുത്തഞ്ചേരിയുടെ വരികളാണ്. ചന്ദനലേപ സുഗന്ധം ആരുടെയാണ്? K ജയകുമാറിന്റെയാണ്. അപ്പൊ നമ്മളിവിടെ ഓപ്ഷൻ B തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓരോ ഓപ്ഷനിലും ഉള്ള ആളുകളെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കി പോവുകടി വേണം. റിവിഷനും ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു, അത് നമ്മൾ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും വേഗം ഓടിപ്പോയി മറച്ചു നോക്കുന്നതിനെ കൊണ്ട് നമുക്ക് എന്താണ്, അത് ഗുണമാണ് ചെയ്യുന്നത്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. കഥാപാത്രങ്ങളും അതുപോലെ തന്നെ നോവലിലെ കഥാപാത്രങ്ങളും എഴുത്തുകാരും ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മാർക്കോസ് ആശാരി, ശങ്കുവാശാൻ, മായൻ, ഉണ്ണീരി മുത്തപ്പൻ. ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് കോവിലൻ, ഉറൂബ്, NS മാധവൻ, VKN, CV രാമൻപിള്ള. ഇത്രയും ആളുകളാണ്. അപ്പോ ഇതിൽ ആരെയൊക്കെ നമുക്ക് പരിചയമുണ്ട് എന്ന് ആദ്യം നോക്കാം. മാർക്കോസ് ആശാരി, ശങ്കുവാശാൻ, മായൻ, ഉണ്ണീരി മുത്തപ്പൻ, കോവിലൻ, ഉറൂബ്, NS മാധവൻ, VKN, CV രാമൻപിള്ള. മായനെ എന്തായാലും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം നമുക്ക് പഠിക്കാനുള്ള ഒരു നോവലിലെ ആളായിരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പിടികിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ ഉണ്ണീരി മുത്തപ്പൻ കുറച്ചുകൂടി കേട്ടിരിക്കാൻ, മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറച്ചുകൂടി കേട്ടിരിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് അല്ലെ. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നോവല് ഏതാണ്? തട്ടകം ആണ് അല്ലെ. തട്ടകം എഴുതിയിട്ടുള്ളത് ആരാ? കോവിലൻ. അപ്പൊ ഇവിടെ നമുക്കൊരു 3 പടി വരുന്നുണ്ട്. സത്യം 3 സ്റ്റെപ്പ് ആവശ്യമായിട്ട് വരും അല്ലെ. നോവൽ ഓർത്തെടുക്കേണ്ടി വരും, നോവലിന്റെ പേര്, ആരാണ് എഴുതിയത് എന്നുള്ളത്. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം നമുക്ക് നോവലും എഴുത്തുകാരും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഒരു റീതിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. മാർക്കോസ് ആശാരി, ശങ്കുവാശാൻ, മായൻ, ഉണ്ണീരി മുത്തപ്പൻ. അപ്പൊ ഉണ്ണീരി മുത്തപ്പൻ ആരാണ്? കോവിലന്റെ തട്ടകം എന്നുള്ള നോവലിനകത്തുള്ള കഥാപാത്രമാണ് അല്ലെ. ആ നോവൽ തുടങ്ങുന്നതും അങ്ങനെയാണ്, ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ D ഫസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് D എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ D ഫസ്റ്റ് ഏതിലെ വന്നിട്ടുള്ളൂ? ഓപ്ഷൻ 1 എന്നുള്ളതിൽ മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓപ്ഷൻസ് വായിക്കാത്തതിന് ഓപ്ഷൻസ് കൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓപ്ഷൻസ് സ്വയം കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ഞാൻ റിപ്പീറ്റഡ്ലി വായിക്കാത്തത്. ഓക്കെ. അപ്പൊ ഉണ്ണീരി മുത്തപ്പൻ എന്നുള്ളത് കോവിലനാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ 1 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അല്ലെ. അപ്പൊ മായനെ നമുക്കറിയാം ഏതിലാണ്? ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന് പറയുന്ന നോവലിനകത്തുള്ളതാണ്. അതുപോലെ മാർക്കോസ് ആശാരി, ചിലയിടത്ത് മത്തേവൂസ് ആശാരി എന്നൊക്കെ കാണുന്നുണ്ട്, അത് NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ എന്ന് പറയുന്ന നോവലിനകത്താണ്. അതുപോലെ ശങ്കുവാശൻ എന്നുള്ളത് CV രാമൻപിള്ളയുടെ നോവലിനകത്തുള്ള ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാഷ് കോഴ്സിലും എല്ലാത്തിലും ഈ നോവലുകളും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റിന് നമുക്ക് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഇപ്പോ മാർത്താണ്ഡവർമ്മ, CVയുടെ നമ്മൾ മാർത്താണ്ഡവർമ്മ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 1891 മാർത്താണ്ഡവർമ്മ വന്നിട്ടുള്ളത്. രാമവർമ്മ മഹാരാജാവ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ശ്രീ പത്മനാഭൻ തമ്പി, ശ്രീരാമൻ തമ്പി, ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ള, കഴക്കൂട്ടത്ത് തേവൻ വിക്രമൻ പിള്ള, കുടമൺ പിള്ള, ചെമ്പകശ്ശേരി മൂത്ത പിള്ളയൊക്കെയാണ് കഥാപാത്രങ്ങൾ. അനന്തപത്മനാഭൻ കഥാപാത്രമാണ്. സുഭദ്ര
കഥാപാത്രമാണ് പാറുക്കുട്ടി, നൂറുദ്ദീൻ, ഫാത്തിമ സുലൈഖ, ബീറാം ഖാൻ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ ധർമ്മരാജ 1913 കാർത്തിക തിരുനാൾ രാമവർമ്മ, മകേര തിരുനാൾ രവിവർമ്മ, ഹരിപഞ്ചാനനൻ, രാമവർമ്മത്ത് അനന്തപത്മനാഭൻ, ചെമ്പകശ്ശേരി പാർവതിപ്പിള്ള, ഉഗ്രഹരി പഞ്ചാനനൻ, ത്രിപുര സുന്ദരി കുഞ്ഞമ്മ, അണ്ണാവയ്യൻ, ഉമ്മിണിപ്പിള്ള, ശാന്തഹരി പഞ്ചാനനൻ, കാളിയുടയൻ ചന്ദ്രക്കാരനൊക്കെ കഥാപാത്രമായിട്ട് വരുന്നു. അതുപോലെ മാമ വെങ്കിടനും കുപ്പശാറും ഭൈരവനും ഹൈദരാലിയും ഒക്കെ ഏതിലാണ്? ധർമ്മരാജയിൽ ആണ്. രാമരാജ ബഹദൂർ 1918 കാർത്തിക തിരുനാൾ രാമവർമ്മ, രാജാ കേശവദാസൻ, കുഞ്ചേക്കുട്ടിപ്പിള്ള, കാളി പ്രഭാവഭട്ടൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്തും ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പോയത് എന്തിനാണ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഉമ്മാച്ചു വളരെ പ്രധാനപ്പെട്ട നോവലും എല്ലാവർക്കും പഠിക്കാനുണ്ടായിരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ ഉമ്മാച്ചു, മായൻ, വീരാൻ, അഹമ്മദ് ഉണ്ണി, അബ്ദു, മരക്കാറ്, വെളിച്ചത്തിന്റെ വിരലുകൾ എന്നുള്ള പേരിൽ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് പഠിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സാധ്യതകളുണ്ട്. പിന്നെ ഹസൻ, ചാപ്പുണ്ണി നായർ, ചിന്നമ്മു, ചേക്കുട്ടി മുതലാളി ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് എവിടെ വരുന്നത്? ഉമ്മാച്ചുവിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറൂബിന്റെ മിണ്ടാപ്പെണ്ണിനകത്ത് കുഞ്ഞുലക്ഷ്മി, കമല, ചന്ദ്രൻ, കുഞ്ഞിക്കേളുമേനോൻ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി ഉറൂബിന്റെ തന്നെ സുന്ദരികളും സുന്ദരന്മാരും, മാപ്പിള കലാപം, അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ കടന്നു വരുന്നതിൽ ആരൊക്കെയാണ്? രാമൻ നായർ മാസ്റ്ററാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. വിശ്വം, രാധ, ശാന്ത, സുലൈമാൻ, ഗോപാലകൃഷ്ണൻ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇനി NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നുള്ളതിനകത്ത് ജസീക്ക, അതുപോലെ മെറ്റിൽഡ, മാർക്കോസ് ആശാരി, മത്തേവൂസ് ആശാരി എന്നും പറയുന്നുണ്ട്. അതുപോലെ മെറ്റിൽഡയുടെ ചേച്ചിയായിട്ടുള്ള വിക്ടോറിയ അവരൊക്കെ കടന്നു വരുന്ന നോവലാണ് ഈ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നുള്ളത് NS മാധവന്റെ. ഇനി കോവിലന്റേതാണ്. കോവിലന്റെ ഒരുപാട് നോവലുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തറവാട്, A-B, അതുപോലെ ഹിമാലയം, ജന്മാന്തരങ്ങൾ, തട്ടകം, അങ്ങനെ കുറെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. A-B എന്നുള്ള നോവലിനകത്ത് പട്ടാള ജീവിതമാണ്, വ്യക്തി ജീവിതമാണ് പ്രമേയം. മുത്തയ്യ, വിദ്യാധരൻ, തോമസ് ചെറിയാൻ, നായക് സേവാ സിംഗ്, നിരഞ്ജൻ, ലഫ്റ്റനന്റ് ഷേണായി, കമലപ്രസാദ്, വെങ്കിട്ടരാമൻ ഇവരൊക്കെയാണ് കഥാപാത്രം. ക്ലാസ് ടൈമിൽ നമ്മൾ പറഞ്ഞതാണ്. ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷന് ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് പോവാണ്. പിന്നെ തട്ടകത്തിനകത്ത് കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഇതാണ്. അതുപോലെ താച്ചുട്ടി വൈദ്യര്, ഉണ്ണിമായ, കുഞ്ഞിക്കണാരൻ, ഉണ്ണീരി മുത്തപ്പൻ ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് തട്ടകം. ഇനി മറ്റൊരു നോവല് ഏഴാമടങ്ങളാണ്. ഏഴാമടങ്ങളിൽ പട്ടാളക്കാരുടെ ജീവിതം തന്നെയാണ്. മിസസ് കേണൽ സത്യപ്രതാപ്, അതുപോലെ അരവിന്ദൻ, ജഗന്നാഥ്, കേണൽ വർമ്മൻ, അനിത, താണുപിള്ള അവരൊക്കെയാണ്, സരളൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇനി തോറ്റങ്ങൾ എന്ന് പറയുന്ന നോവലിനകത്ത് ഉണ്ണിമോള്, ചേന്നൻ, ചേന്നപ്പൻ, കുഞ്ഞിപ്പെണ്ണ്, ഗോപി, വിജയൻ, ദേവാനി, ബാലു, നന്ദിനിയൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോവിലന്, ഉറൂബ്, NS മാധവൻ, VKN, CV രാമൻപിള്ള ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നോവലുകളും എഴുത്തുകാരും വരാം, അതുപോലെ കഥാപാത്രങ്ങളും എഴുത്തുകാരും വരാം. എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് വരാം. അതുപോലെ നോവലിന്റെ തുടക്കവും ചിലപ്പോൾ നോവലും തമ്മിൽ വരാം, അല്ലെങ്കിൽ നോവലിന്റെ തുടക്കവും എഴുത്തുകാരും തമ്മിൽ വരാം, അവസാനവും എഴുത്തുകാരും തമ്മിൽ വരാം. അങ്ങനെയൊക്കെ ആലോചിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ. ഇനി അടുത്ത ചോദ്യം സമകാലികമായിട്ടുള്ള കവിതകളും അതുപോലെ അവരുടെ എഴുത്തുകാരെയും തമ്മിൽ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിനകത്ത് A ഇടശ്ശേരി പാലം, B മത്തങ്ങ, C മഴതൻ മറ്റേതോ മുഖം, D പാലാഴി മഥനം. ഇപ്പുറത്ത് നമുക്ക് തന്നിട്ടുള്ളത് 1 ചെറിയാൻ കെ ചെറിയാൻ, 2 PP രാമചന്ദ്രൻ, 3 കടമ്മനിട്ട, 4 വിജയലക്ഷ്മി, 5 P രാമൻ. ഇത്രയും പേരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ചില കവിതകളൊക്കെ നമുക്ക് പരിചയമുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. ഓപ്ഷൻ A A1 B4 C2 D5, ഓപ്ഷൻ B A3 B5 C4 D1, ഓപ്ഷൻ C A5 B1 C2 D3, ഓപ്ഷൻ D A2 B3 C4 D1 ആണ്.
എല്ലാവരും നമ്മൾ സമകാലിക കവിതയ്ക്കകത്തും ആധുനിക കവിതയ്ക്കകത്തൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കടമ്മനിട്ടയും വിജയലക്ഷ്മി പി രാമചന്ദ്രനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പി രാമനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഏതെങ്കിലും ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഇടശ്ശേരി പാലം ആരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത് ആയിട്ട് തോന്നുന്നത്? അതുപോലെ മഴതൻ മറ്റേതോ മുഖം അല്ലെ? മഴതൻ മറ്റേതോ മുഖം ഇവിടെ ആരായിട്ടായിരിക്കും കൂടുതൽ? ഇപ്പൊ ബാക്കിയുള്ളത് എല്ലാവരെയും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം നമുക്ക് ഇതൊന്നും തിരഞ്ഞെടുക്കാനായിട്ട് പറ്റി. മഴതൻ മറ്റേതോ മുഖം എന്നുള്ള പേര് കേൾക്കുമ്പോൾ അല്ലെ, അത് ആരായിരിക്കും? വിജയലക്ഷ്മി ആയിരിക്കും അല്ലെ? വിജയലക്ഷ്മിനെ പറയുമ്പോൾ നമ്മൾ മഴ എന്ന് വരുന്ന കുറെ കവിതകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സി എന്നുള്ളത് 4 ആണ് അല്ലെ? അപ്പൊ C4 വരുന്ന 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഡിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ നമ്മൾ വേറൊന്നും കൂടി കണ്ടുപിടിക്കണം. ഇടശ്ശേരി പാലം ആരുടെയാണ്? പി രാമചന്ദ്രന്റെയാണ് അല്ലെ? അപ്പൊ A2. അപ്പൊ A2 C4 വരുന്നത് നമുക്ക് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി ഉള്ളൂ. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതായിരുന്നു ഓപ്ഷൻ ഡി? A2 B3 C4 D ഫസ്റ്റ് എന്നുള്ളതാണ്. ഇടശ്ശേരി പാലം പി രാമചന്ദ്രന്റെ. മത്തങ്ങ ആരുടെയായിരുന്നു? ബി എന്താണ്? 3 ആണ് കടമ്മനിട്ടയുടെ. മഴതൻ മറ്റേതോ മുഖം വിജയലക്ഷ്മി. ഡി ഫസ്റ്റ് പാലാഴി മഥനം ആരുടെയാണ്? ചെറിയാന്റെയാണ് അല്ലെ? ചെറിയാൻ നമ്മൾ ആക്ഷേപഹാസ്യ കവിതകൾ എന്നുള്ള പേരിലൊക്കെ പ്ലസ് ടുവിലോ പ്ലസ് വണ്ണിലോ മറ്റേ അദ്ദേഹത്തിന്റെ തേങ്ങ എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യ കവിതയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു കവിതകള് പവിഴപ്പുറ്റ്, അതുപോലെ ഐരാവതം, കുശനും ലവനും കുചേലനും, പിന്നെ മറ്റൊരു കവിത ഭ്രാന്തനും ഭസ്മാസുരനും എന്ന് പറഞ്ഞിട്ടുള്ള കവിതകളൊക്കെ അദ്ദേഹത്തിന്റെയാണ്. പി രാമചന്ദ്രനെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമ്പഴക്കാലം, അതുപോലെ കാറ്റേ കടലെ, കാണേ കാണേ ഒക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. കാണേ കാണേ 2002 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതിയാണ്. പി രാമചന്ദ്രനെ നമ്മൾ പറഞ്ഞു. ഇനി കടമ്മനിട്ടയാണ് പറയാനുള്ളത്. കടമ്മനിട്ടയുടെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ്? കുറത്തി, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, കോഴി, കാട്ടാളൻ, ചാക്കാല, അതുപോലെ ഒരു പശുക്കുട്ടിയുടെ മരണം ഒക്കെയാണ് പ്രധാനപ്പെട്ട കവിതകൾ. വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ, തച്ചന്റെ മകളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ മഴതൻ മറ്റേതോ മുഖം 99 വന്നിട്ടുള്ള കവിതയാണ്. ഹിമസമാധി, അന്ത്യപ്രലോഭനം, ഒറ്റമണൽത്തരി, അതുപോലെ അന്ധകന്യക, മഴയ്ക്കപ്പുറം, ജ്ഞാനമഗ്ദലന, പുതുവർഷം ഒക്കെ വിജയലക്ഷ്മിയുടെ തന്നെ കവിതകളാണ്. മറ്റൊരാള് പി രാമനാണ്. പി രാമന്റെ തുരുമ്പ്, കനം, അതുപോലെ രാത്രി 12:30 ഒരു താരാട്ട്, ഭാഷയും കുഞ്ഞും, പിന്നിലേക്ക് വീശുന്ന കാറ്റ് ഒക്കെ ആരുടെയാണ്? രാമമാഷിന്റെയാണ്. അപ്പൊ ഇവിടെ ഇടശ്ശേരി പാലം, മത്തങ്ങ, മഴതൻ മറ്റേതോ മുഖം, പാലാഴി മദനം ഇത് നമ്മൾ എന്താണ് ശരിയായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പുതിയ കവിതകളുടെ പേര് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വരികളും എഴുത്തുകാരും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എല്ലാ വീടും പടിഞ്ഞാട്ട് നോക്കുമ്പോൾ എന്റെ വീട് കിഴക്കോട്ടേക്കാണല്ലോ. ബി ഏതു ദൂരത്തിനും ഏതു കർമ്മത്തിനും ഏതു വാക്കിനും ഏതു താളത്തിനും ഏതു നേരത്തും ഒരേ ഒരർത്ഥം കാലം. സി മുടിയരുതൻ പഴനാട് മുടിയരുതൻ തറവാട്. മുടിയരുത് എന്നാണ് അതിവിടെ ടൈപ്പിങ്ങിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഡി ചങ്ങാതി തലവെച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി. 1 എ അയ്യപ്പനാണ്, 2 കടമ്മനിട്ടയാണ്, 3 KGS ആണ്, 4 ആറ്റൂർ രവിവർമ്മയാണ്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടി വരും. കാരണം വരികൾ നമുക്ക് ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആരുടെ ആയിരിക്കും, ഏത് ശൈലി വെച്ച് ആരായിരിക്കും എഴുതാൻ സാധ്യത എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. എല്ലാ വീടും പടിഞ്ഞാട്ട് നോക്കുമ്പോൾ എന്റെ വീട് കിഴക്കോട്ടേക്കാണല്ലോ. അതുപോലെ ചങ്ങാതി തലവെച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി. ആ വരികളുടെ അർത്ഥവും ശൈലിയും വെച്ച് നോക്കുമ്പോൾ അത് ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ യോജിക്കാൻ ഇവിടെ സാധ്യത എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലെ? 1 A4 B3 C2 D1, 2 A5 B4 C1 D2, 3 A1 B2 C3 D4, 4 A2 B3 C4 D ഫസ്റ്റ് ആണ്.
ഇവിടെ ഡി ഫസ്റ്റ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഡി ഫസ്റ്റ് 1-ലുമുണ്ട് 4-ലുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഈ ഡി എന്നുള്ള ഓപ്ഷന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു അർത്ഥം, ആ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് പോവാൻ സാധ്യതയുള്ള ആള് ആരാണ്? തീർച്ചയായിട്ടും അല്ലെ, തെരുവോരങ്ങളിൽ നിന്ന് പിന്നെ കുഞ്ഞു കടലാസുകളിൽ കവിത എഴുതിയിട്ടുള്ള അയ്യപ്പന്റെ വരികളാവാനാണ് കൂടുതലും സാധ്യത. അപ്പൊ ഡി ഫസ്റ്റ് വരുന്ന 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ കൂടി കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൽ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ്ലി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വരികളാണ്, കേട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാകേണ്ട വരികളാണ്. എല്ലാ വീടും പടിഞ്ഞാട്ട് നോക്കുമ്പോൾ എന്റെ വീട് കിഴക്കോട്ടേക്കാണല്ലോ എന്നുള്ളത് ആറ്റൂരിന്റെയാണ്. ആറ്റൂരെ നമ്മൾ പഠിക്കുമ്പോഴും കവിതയുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് ഒക്കെ, ആധുനിക കവിതയുടെ സ്വഭാവത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു വരികളാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും A4 D ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അപ്പോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? ഓപ്ഷൻ 1, A4 B3 C2 D ഫസ്റ്റ്. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളൂ കേട്ടോ. ഒരു കാണുന്നില്ല എങ്കിൽ പോലും ടൈപ്പ് ചെയ്തിട്ട് എന്റെ ആൻസർ എന്തായിരുന്നു, ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനും അതൊന്ന് മനസ്സിൽ പതിയാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാ വീടും പടിഞ്ഞാട്ട് നോക്കുമ്പോൾ എന്റെ വീടും കിഴക്കോട്ടേക്കാണല്ലോ എന്നുള്ളത് ആറ്റൂരിന്റെ വരികളാണ്. ഏതു ദൂരത്തിനും ഏതു കർമ്മത്തിനും ഏതു വാക്കിനും ഏതു താളത്തിനും ഏതു നേരത്തും ഒരേ ഒരർത്ഥം കാലം എന്നുള്ളത് എഴുതിയിട്ടുള്ള കവിയാരാണ്? KG ശങ്കരപ്പിള്ളയാണ്. ബംഗാള്, അയോധ്യ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഇനി മുടിയരുതൻ പഴനാട് മുടിയരുതൻ തറവാട് എന്നുള്ളത് കടമ്മനിട്ടയുടെ വരികളാണ്. ഡി ഫസ്റ്റ് ചങ്ങാതി തലവെച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി എന്നുള്ളത് A അയ്യപ്പനാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ A അയ്യപ്പന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയായിരുന്നു? എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട്, വെയിൽ തിന്നുന്ന പക്ഷി, ചിത്തരോഗാശുപത്രിയിലെ ദിനങ്ങൾ, മാളമില്ലാത്ത പാമ്പ് എന്നിവ പ്രധാന രചനകൾ. ഇനി KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്നുള്ള കൃതിക്കാണ് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പറഞ്ഞിരുന്നു നന്നങ്ങാടികൾ, അതുപോലെ ബംഗാള്, അയോധ്യ, ആനന്ദനൊക്കെയാണ് പ്രധാനപ്പെട്ട കവിതകള്. പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലി മലയാള കവിതയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് KGS. ഇനി കടമ്മനിട്ടയും അതുപോലെ ആറ്റൂറിന്റെ കവിതകൾ എന്ന് പറഞ്ഞുള്ള 2 പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. സംക്രമണമൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ് എന്നുള്ള വരികളൊക്കെ വരുന്ന സംക്രമണം ഒക്കെയാണ് പ്രധാനപ്പെട്ട കവിതകളായിട്ട്. മേഘരൂപൻ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അത് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ആട്ടക്കഥകളും അവയുടെ രചയിതാക്കളുമാണ്. A കീചകവധം, B ഭഗവധം, C ദുര്യോധനവധം, D താടകാവധം. 1 വയസ്കര മൂസ്, 2 ഇരീമൻ തമ്പി, 3 വി കൃഷ്ണൻ തമ്പി, 4 കോട്ടയത്ത് തമ്പുരാൻ, 5 അശ്വതി തിരുനാൾ. പാട്ടക്കഥകൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരു സാധനമാണ്. ശ്രുതി മിസ് നല്ല കാര്യമായിട്ട് തന്നെ നമ്മളെ ഇരുത്തി പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു ആട്ടക്കഥകള്. അപ്പോ അതൊന്ന് ഓർത്ത് വെക്കുക. പഠിക്കാനും കുറെ കൂടി നമുക്ക് രസമായിട്ടൊക്കെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ആട്ടക്കഥകളൊക്കെ. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് വെച്ചിട്ടൊക്കെ ആട്ടക്കഥകളെല്ലാം ഒന്ന് ഓർത്തിരിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കീചകവധമുണ്ട്, ഭഗവധമുണ്ട്, ദുര്യോധനവധം, താടകാവധം ഒക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അല്ലെ. ഇതിൽ നമ്മൾ ആട്ടക്കഥകൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആരെയാണ്? കോട്ടയത്ത് തമ്പുരാനെയാണ് അല്ലെ. നമ്മുടെ ഓപ്ഷൻസ് കൂടെ ഒന്ന് പോയി നോക്കൂ. ഓപ്ഷൻ A A2 B4 C ഫസ്റ്റ് D3, ഓപ്ഷൻ B A2 B3 C1 D5 ആണ്. ഓപ്ഷൻ C A2 B4 C3 D ഫസ്റ്റ്, ഓപ്ഷൻ D A4 B3 C1 D5. ഇതിൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം? ഇപ്പൊ കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. എന്താണ്? 4 പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് കോട്ടയത്ത് തമ്പുരാന്റേതായിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാദ കവച കാലകേയവധം. സലജ്ജോഹം കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥയാണ് നിവാദ കവച കാലകേയവധം. അതിലെ വരികളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. പ്രധാനപ്പെട്ട 4 ആട്ടക്കഥകളാണ്. കോട്ടയത്ത് തമ്പുരാന്റെ ഒരു കോഡൊക്കെ വെച്ച് നമ്മൾ ബക്കാക്കിനി എന്ന് പറയുന്ന കോഡൊക്കെ വെച്ച് അതിനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ബക്കാക്കിനി? ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാദ കവച കാലകേയവധം അല്ലെ. അപ്പൊ ഭഗവത ആരുടെ ആയിരിക്കും? B4
എന്താണ് B4 വരുന്ന ഒരു ഓപ്ഷൻ നോക്കിക്കേ. B4 വരുന്ന ഓപ്ഷൻ ഏതാ? A ഉണ്ട്, C ഉണ്ട്. അപ്പൊ ഒരാളെ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇനി ഇതിൽ എടുക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരാളാരാ? ഇരിയമ്മൻ തമ്പി അല്ലെ? നമ്മുടെ ഇരിയമ്മൻ തമ്പിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഉദഗി എന്ന് വെച്ചിട്ടുള്ള കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ആളാണ് ഇരിയമ്മൻ തമ്പി. എന്താണ് ഉദഗി? ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം അല്ലെ. അപ്പൊ ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. കീചകവധം നമുക്ക് ആരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റണം? അപ്പോ ഇരിയമ്മൻ തമ്പീനെ. അപ്പൊ A to B4 ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ A to B4 വന്നാലും ഇവിടെ എന്തുണ്ട്? എയും സിയും ഒരേപോലെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് സിയും ഡിയും തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റൂ അല്ലെ. അപ്പൊ താടകാവധം നമ്മൾ എടുക്കുക. താടകാവധം ആരുടെ ആണെന്നാണെന്നുള്ളത് ഓർത്ത് നോക്കുക. ആരുടെയാണ്? കൃഷ്ണൻ തമ്പിയുടെ ആട്ടക്കഥയാണ് അല്ലെ. കൃഷ്ണൻ തമ്പിയെ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരേ ഒരു ആട്ടക്കഥ താടകാവധമാണ്. വല്യകുമാരവും ചൂടാമണിയൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയാറുള്ളത്? താടകാവധത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൃഷ്ണൻ തമ്പിയെ പറ്റിയിട്ട് പറയാറുള്ളത്. അതുപോലെ ദുര്യോധന വധം എന്നുള്ളത് ആരുടെയായിരുന്നു? വയസ്കര മൂസിന്റെയും ആണ്. അപ്പോ നമുക്കിവിടെ താടകാവധം എന്നുള്ളത് ആരുടെയാണെന്ന് കിട്ടി? D3 ആണെന്ന് കിട്ടി. അപ്പൊ D3 വന്നു കഴിഞ്ഞാൽ നമുക്ക് A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇവിടെ എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ A to B4, C ഫസ്റ്റ് ദുര്യോധന വധം വയസ്കര മൂസാണ്, D3 ആണ് താടകാവധം, V കൃഷ്ണൻ തമ്പിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ആട്ടകഥകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നുകൂടി റിപ്പീറ്റഡ്ലി പറയുകയാണെങ്കിൽ എന്താണ്? കോട്ടയത്ത് തമ്പുരാന്റെ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാദ കവചകാലകീയവധം, ഇരിയമ്മൻ തമ്പിയുടെ ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം, കൃഷ്ണൻ തമ്പിയുടെ താടകാവധം, വല്യകുമാരം, ചൂടാമണി ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ അശ്വതി തിരുനാളിന്റെ രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീഷ ചരിതം, പൗണ്ഡ്രകവധം ഒക്കെയാണ് അശ്വതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ. അത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയാറുള്ളതാണ്. അതുപോലെ ബാലി വിജയം കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ, വിചിത്ര വിജയം കലാമണ്ഡലം കേശവന്റെ, ഗന്ധർവ വിജയം അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ, അങ്ങനെ കുറെ ആട്ടക്കഥകൾ നമ്മൾ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിജയം വരുന്ന, വധം എന്നുള്ളതിൽ അവസാനിക്കുന്ന അങ്ങനെയുള്ള ആട്ടക്കഥകളൊക്കെ ഒന്ന് നോക്കി വെച്ച് പഠിക്കാം. അതുപോലെ ഡോക്ടർ ഫൗസ്റ്റിന് ആട്ടക്കഥാരൂപം നൽകിയതൊക്കെ അയ്മനം കൃഷ്ണ കൈമളാണ്. വള്ളത്തോളിന്റെ നാഗിലയ്ക്ക് ആട്ടക്കഥാരൂപം തയ്യാറാക്കിയത് OM അനുജനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ട് ആട്ടക്കഥകളും എഴുത്തുകാരും ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ തന്നെ അല്ലെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ A നമ്മുടെ വിമർശനം എന്നുള്ള സെക്ഷനിൽ നിന്നുള്ളതാണ്. അതിനകത്ത് ചില പ്രസ്താവനകളും അത് പറഞ്ഞിട്ടുള്ള വിമർശകര് ആരാണെന്നുള്ളതുമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ഒന്നാമത്തത് ഖണ്ഡന വിമർശനമാണ് വിമർശനം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ ധർമ്മരാജ ഗദ്യത്തിലുള്ള നായർ മഹാകാവ്യം. 3 പുരോഗമന സാഹിത്യകാരന്മാർ സമൂഹത്തിലെ വിഷം തീനികൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ 4 മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി. അത് ആർക്കും അറിയാത്തത്? ആർക്കും അറിയാത്തത് ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഇതിൽ UGC നെറ്റ് പഠിതാക്കളായിട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അറിയാം. എന്നാലും നമുക്ക് ഓപ്ഷനിൽ കൂടെ ഒന്ന് പോയി നോക്കിയാൽ A4 B first C5 D2 ഓപ്ഷൻ 1, ഓപ്ഷൻ 2 A2 B1 C5 D3, ഓപ്ഷൻ 3 A4 B5 C3 D first, ഓപ്ഷൻ 4 A5 B first C4 D2 ആണ്. അപ്പോ ഇപ്പുറത്ത് നമുക്ക് തന്നിട്ടുള്ളത് MP പോൾ, കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, സുകുമാർ അഴീക്കോട്, കേസരി ബാലകൃഷ്ണപിള്ള. ഇത്രയും പേരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? കുട്ടിക്കൃഷ്ണമാരാരാണ് അല്ലെ. അദ്ദേഹമാണ് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം ആ കൃതിക്ക് കൊടുത്തിട്ടുള്ള ഒരു ആള് എന്ന് പറയുന്നത്. അതുപോലെ ധർമ്മരാജ ഗദ്യത്തിലുള്ള നായർ മഹാകാവ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആരാണ്? അപ്പൊ നമ്മളിവിടെ D എന്നുള്ളത് ആരെയാണ്? 2 കുട്ടിക്കൃഷ്ണമാരാനാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ 1ഉം 4ഉം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഒന്നുകൂടി നമ്മൾ ബിയും കൂടി നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിലോ അപ്പോഴും നമുക്ക് MP പോളാണെന്ന് അറിയാമെങ്കിലും നമുക്ക് പിന്നെയും പണി തരികയാണ്. B ഫസ്റ്റ് ഏതിലുണ്ട്? 1ലും 4ലും ഉണ്ട്. അപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏതറിഞ്ഞിരിക്കണം? Aയോ Cയോ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ
പുരോഗമന സാഹിത്യകാരന്മാര് സമൂഹത്തിലെ വിഷം തീനികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാണ്? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. എന്തായാലും അഴീക്കോടെല്ലാം നമുക്ക് ഊഹിക്കേണ്ടി വരും അല്ലെ. പിന്നെ മുണ്ടശ്ശേരി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ മെയിൻ കോഴ്സിലോ ക്രാഷ് കോഴ്സിലോ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോ നമുക്ക് ആരെ എടുക്കാൻ പറ്റുക? കേസരി ബാലകൃഷ്ണപിള്ളയാണ് അല്ലെ പുരോഗമന സാഹിത്യകാരന്മാർ സമൂഹത്തിലെ വിഷം തീനികൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ 1 ആണ്. A4, B1, C5, D2 എന്നുള്ളതാണ്. അപ്പൊ ഏതാണ്? ഖണ്ഡന വിമർശനമാണ് വിമർശനം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വിമർശനങ്ങളും ആ രീതിയിലുള്ളതൊക്കെ തന്നെയായിരുന്നു. B1 ധർമ്മരാജ ഗദ്യത്തിലുള്ള നായർ മഹാകാവ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് MP പോളാണ്. കാരണം CV-നെ എപ്പോഴും കുത്തിപ്പിഴിയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്? MP പോള് അല്ലെ. അപ്പോ CV-നെ പറ്റി പറയുന്ന ആരായിരിക്കും? MP പോളായിരിക്കും. ഇനി പുരോഗമന സാഹിത്യകാരന്മാർ സമൂഹത്തിലെ വിഷം തീനികൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അതുപോലെ മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കൃഷ്ണമാരാരുമാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ വിമർശനം എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗദ്യകൃതി എന്ന് പറയുന്ന കൃതിക്കകത്താണ് MP പോള് ഇത്തരത്തില് ധർമ്മരാജ ഗദ്യത്തിലുള്ള ഒരു നായർ മഹാകാവ്യമാകുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബാല്യകാല സഖിയുടെ അവതാരികയിൽ ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചിന്തിയ ഒരു ഏടാണ് ഇതിന്റെ വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്നും പോള് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നോവൽ സാഹിത്യമാണ് പ്രധാനപ്പെട്ട കൃതി. 1930 ചെറുകഥാ പ്രസ്ഥാനം മറ്റൊരു കൃതി, ഖണ്ഡകഥാ പ്രസ്ഥാനം എന്നുള്ള പേരിൽ ആദ്യം വന്നത് 1932. അതുപോലെ ഗദ്യഗതി, സൗന്ദര്യ നിരീക്ഷണം ഒക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. 1948 വരുന്നത്. ഇങ്ങനെ പോളിനെ പറ്റി പറയാനാണെങ്കിൽ ഇനി മുണ്ടശ്ശേരിയെ പറ്റി പറയുമ്പോൾ ആശാനെ പറ്റിയിട്ട് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ച് വിശേഷിപ്പിച്ച ആളാണ്. അതുപോലെ കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ രൂപഭദ്രത എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതിലൂടെ രൂപഭദ്രൻ എന്നുള്ള പേരൊക്കെ അദ്ദേഹത്തിന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. മാറ്റൊലി എന്ന കൃതിയിൽ അദ്ദേഹം പഠന വിധേയമാക്കുന്ന കൃതികൾ കരുണ, മഗ്ദലന മറിയം, പിങ്കളയാണ്. അന്തരീക്ഷം എന്നുള്ള കൃതിയിൽ പഠിക്കുന്നത് കർണഭൂഷണം, ചിന്താവിഷ്ടയായ സീത, അച്ഛനും മകളും എന്നീ കൃതികളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇത് ഒരിക്കൽ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കും തലയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മാറ്റൊലിയിൽ ഏതൊക്കെ കൃതികളാണ് പഠിക്കപ്പെട്ടിട്ടുള്ളത്? കവിത്രയങ്ങൾ തന്നെയാണ്. ഇവിടെയും അന്തരീക്ഷത്തിലും കവിത്രയങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം. ഇനി കേസരി നമ്മൾ എടുക്കുകയാണെങ്കിൽ മണിനാഥം, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, നിമിഷം, കടത്തുവഞ്ചി ഈ കൃതികൾക്കൊക്കെ അവതാരിക എഴുതിയിട്ടുള്ള ആളാണ് ആര്? കേസരിയെ ബാലകൃഷ്ണപിള്ള. അതുപോലെ നമ്മുടെ ഇസങ്ങള്, പ്രസ്ഥാനങ്ങള് അതിനെ പറ്റിയിട്ടൊക്കെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. ഉറൂബിന്റെ തേൻമുള്ളുകൾ എന്ന് പറയുന്ന കഥയെ വിമർശിച്ചിട്ടുള്ള ആളാണ്. കുട്ടിക്കൃഷ്ണമാരാരെ എടുത്തു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കൃതികൾ കലജീവിതം തന്നെ, അതുപോലെ ഭാരത പര്യടനം, രാജാങ്കണം ഒക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. വിമർശനം പക്ഷപാതപരമായിരിക്കണം എന്ന് വാദിച്ച ആളാണ് ആര്? കുട്ടിക്കൃഷ്ണമാർ. അദ്ദേഹത്തിന്റെ ലേഖനത്തിനകത്തൊക്കെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1948 ഭാരത പര്യടനം വരുന്നത്. അഴീക്കോട് എന്താണ് ഈ പറയുന്ന പോലെ ഖണ്ഡന വിമർശനത്തിന് കൂടുതൽ ഫോക്കസിങ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. ഒരു കൃതിയിൽ അന്തർഭവിച്ചിട്ടുള്ള കാവ്യാത്മകവും ആശയപുഷ്ടിയും ഒക്കെ ആയിട്ടുള്ള ഭാവ തീവ്രതയെ വിമർശനത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം. പഞ്ചാനന്റെ വിമർശനത്രയത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രാസവാദത്തിന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന ഗ്രന്ഥത്തിലൂടെ മുണ്ടശ്ശേരി കാളിദാസനോടോ കേരളവർമ്മയോടോ നീതി പുലർത്തിയിട്ടില്ല എന്നും അഴീക്കോട് വാദിക്കുകയുണ്ടായി. അതുപോലെ പ്രധാനപ്പെട്ട കൃതിയാണ് ആശാന്റെ സീതാകാവ്യം. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. കവി എന്നുള്ള നിലയിൽ ശങ്കരക്കുറുപ്പിന് സ്വന്തമായിട്ട് വള്ളവും വലയും ഇല്ല എന്ന് വിമർശിക്കപ്പെടുന്ന കൃതിയാണ്. രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ പഠനങ്ങൾ, വിശ്വസാഹിത്യ പഠനങ്ങൾ, ഖണ്ഡനവും മണ്ഡനവും, മലയാള സാഹിത്യ വിമർശനം, ഗുരുവിന്റെ ദുഃഖം, നവയാത്രകൾ, തത്വവും മനുഷ്യനും, അഴീക്കോട് മുതൽ അയോധ്യ വരെ, തത്വമസി ഒക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെ. അപ്പൊ ഇതിവിടെ ഇങ്ങനെ ചേർത്തതിന്റെ ഉദ്ദേശം എന്താണ്? ഇതുപോലെയാണ് നമ്മൾ മനസ്സിൽ ഒരു സാധനം കെട്ടിപ്പടുക്കേണ്ടത്. ഒരു ചോദ്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ടിൽ ഇതുണ്ടാവണം. ഏതെങ്കിലും ഒരു കോഴ്സിലൂടെയോ ഏതെങ്കിലും ഒരു ഗൈഡിലൂടെയോ നമുക്ക് കിട്ടേണ്ടതല്ല. നമ്മുടെ നോട്ടിൽ നമുക്ക് അറിയണം. ഇനി പോളിനെ പറ്റി കണക്ട് ചെയ്ത് പോവാ. ഇനിയിപ്പോ പോളിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൃതികൾ എടുത്ത് നോക്കുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാ നോക്കുന്നു. അപ്പൊ നമ്മൾ ആ സമയത്തായിരിക്കും നമുക്ക് പോള് അവതാരിക എഴുതിയിട്ടുള്ള കൃതികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ അവതാരികയിലേക്ക് പോകുന്നു. അപ്പൊ പ്രധാനപ്പെട്ട അവതാരികകളെ ആരൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമ്മൾ പോയി അങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് പഠിത്തവും അതുപോലെ റിവിഷനും ഒക്കെ കുറച്ചുകൂടി
എഫക്റ്റീവ് ആവുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങളിലും കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതും. ബാക്കിയുള്ളത് എന്താണ്, നിങ്ങൾ ഇതുപോലെ മാതൃക പോലെ ചെയ്യുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത ചോദ്യം 8ാമത്തെ, പ്രതിഭ എന്നത് നമ്മുടെ പൗരസ്ത്യ സാഹിത്യത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പ്രതിഭ എന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതിഭ, കവി, കാവ്യം, അതിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായി നോക്കിയിരുന്നു. എ, നവനവോന്മേഷശാലിനിയായ പ്രജ്ഞ. ബി, അപൂർവ വസ്തു നിർമ്മാണക്ഷമമായിട്ടുള്ള പ്രജ്ഞ. സർവതോന്മുഖിയായി സ്ഫുരിക്കുന്ന ബുദ്ധി. അതുപോലെ കവിത്വ ബീജം എന്നുള്ളതാണ് ലാസ്റ്റത്തെ. അഭിനവഗുപ്തൻ ഉണ്ട് നമുക്ക്, വാഗ്ഭടൻ, വാമനൻ, വിശ്വനാഥൻ, ഭട്ടധൗതൻ, ഇത്രയും ആളുകളാണ് പട്ടിക 2 കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? അഭിനവഗുപ്തൻ, വാഗ്ഭടൻ, വാമനൻ, വിശ്വനാഥൻ, ഭട്ടധൗതൻ. നവനവോന്മേഷശാലിനിയായ പ്രജ്ഞ എന്ന പ്രതിഭയെ വിശേഷിപ്പിച്ചത് ആരാണ് ഈ കൂട്ടത്തില്? കവിത്വ ബീജമാണ് പ്രതിഭ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഈ കൂട്ടത്തില്? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആലോചിച്ച് എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കവി, കാവ്യം എന്നുള്ളതിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ശ്ലോകങ്ങളൊക്കെ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലെ. അതൊന്ന് ആലോചിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പ്രതിഭ, കവി, കാവ്യം, അതുപോലെ രസസിദ്ധാന്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാതും എടുക്കുമ്പോൾ നമ്മൾ തരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ കവിത്വ ബീജം പ്രതിഭാനം എന്ന് പറഞ്ഞിട്ടുള്ള ആളാരാ? ഡി എന്നുള്ളത്. അതുപോലെ അപൂർവ വസ്തു നിർമ്മാണക്ഷമയായിട്ടുള്ള പ്രജ്ഞ എന്ന് പറയുന്നത് ആരാ? അതാണ് അപൂർവ വസ്തു നിർമ്മാണക്ഷമമായിട്ടുള്ള ബുദ്ധിയാണ് പ്രതിഭ എന്നുള്ളത്. അപൂർവമായിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ്, അതിനെ പറ്റി പറഞ്ഞതാരാ? അഭിനവഗുപ്തനാണ് അല്ലെ. നമ്മൾ പൗരസ്ത്യം കൃത്യമായി പഠിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. അതുപോലെ കവിത്വ ബീജം പ്രതിഭാനം എന്നുള്ള സാധനം പറഞ്ഞിട്ടുള്ളത് ആരാ? വാമനനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ പറഞ്ഞിരുന്നു, അപൂർവ വസ്തു നിർമ്മാണക്ഷമമായിട്ടുള്ള പ്രജ്ഞ എന്നുള്ളത് അഭിനവഗുപ്തനാണ്. അപ്പൊ ഏതാണ്? സോറി, A5 ആണ്, ഭട്ടധൗതനാണ്. സോറി, അപൂർവ വസ്തു നിർമ്മാണക്ഷമമായിട്ടുള്ള പ്രജ്ഞ ബി ആണ്. ബി ഫസ്റ്റ് ആണ്, അഭിനവഗുപ്തനാണ്. പറഞ്ഞത് ശരിയാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു വന്നപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടിലാണ്, സോറി. നവനവോന്മേഷശാലിനിയായിട്ടുള്ള പ്രജ്ഞ എന്ന് വിലയിരുത്തിയിട്ടുള്ളത് ആരാണ്? ഭട്ടധൗതനാണ്. അപൂർവ വസ്തു നിർമ്മാണക്ഷമയായിട്ടുള്ള പ്രജ്ഞ എന്ന് പറഞ്ഞിട്ടുള്ളത് അഭിനവഗുപ്തനാണ്. ഇനി കവിത്വ ബീജം നമ്മൾ നേരത്തെ പറഞ്ഞു, അതാരാ? വാമനനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി സർവതോന്മുഖിയായി സ്ഫുരിക്കുന്ന ബുദ്ധി, ഓപ്ഷൻ സി, അതാരാ പറഞ്ഞിട്ടുള്ളത്? 2, വാഗ്ഭടനാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും രസസിദ്ധാന്തങ്ങൾക്കകത്ത് വരുന്നവരുടെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും, അതുപോലെ കവി, കാവ്യം, സഹൃദയൻ അതിനകത്ത് വരുന്ന പിന്നെ വിശേഷണങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ ഞാൻ ഋഷിഹ കവി അല്ലെ, ഋഷി അല്ലാത്തവൻ ഒരിക്കലും കവിയാവുന്നില്ല എന്ന് ഭട്ടധൗതൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകത്തിനകത്ത് അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി അല്ലെ, കവിക്ക് പ്രജാപതിയുടെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ആ ശ്ലോകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പ്രതിഭയെ വിലയിരുത്തുന്ന രീതിയിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എടുത്തു പോകാൻ പറ്റും. ഇപ്പൊ ഇവിടെ കവിത്വ ബീജം പ്രതിഭാനം എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ D3 വാമനനാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ എ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉള്ളത്. അതുപോലെ ഈ കാവ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഭാമഹന്റെ കാവ്യാലങ്കാരത്തിനകത്ത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറയുന്നുണ്ട്. വാമനന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിക്കകത്ത് കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന നിർവചനം. മമ്മടന്റെ കാവ്യപ്രകാശത്തിനകത്ത് തദദോഷൗ ശബ്ദാർത്ഥൗ സഗുണാവനലങ്കൃതി പുനഃക്വാബി എന്നുള്ള ഒരു ഡെഫിനേഷനാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുപോലെ കവി മഹിമഭട്ടന്റെ വ്യക്തിവിവേകത്തിനകത്ത് കവി വ്യാപാരോഹി വിഭാവാദി സംയോജനാത്മ തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം എന്നുള്ളത് ജഗന്നാഥ പണ്ഡിതര് അദ്ദേഹത്തിന്റെ രസഗംഗാധരത്തിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ
രാജശേഖരൻ പ്രതിഭയെ കാരയത്രി ഭാവയത്രി എന്നൊക്കെ വേർതിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് പൗരസ്ത്യത്തിനകത്ത് നമ്മൾ നോക്കി പോവേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം പത്രം, പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന്റെ പിന്നെ സ്ഥാപകരും ആയിട്ടുള്ള ആളുകളെ ചേരുംപടി ചേർക്കാനാണ്. എ സ്വരാട്, ബി മിതവാദി, സി അൽ അമീൻ, ഡി കേരള കേസരി. ഇപ്പുറത്ത് തന്നിട്ടുള്ളത് 1 മൊയ്യാരത്ത് ശങ്കരൻ, 2 ബാരിസ്റ്റർ എ കെ പിള്ള, 3 മൂർക്കോത്ത് കുമാരൻ, 4 മുഹമ്മദ് അബ്ദുറഹിമാൻ, 5 സഹോദരൻ അയ്യപ്പൻ. ഇവിടെ ഓപ്ഷൻ 1 എന്നുള്ളത് A1 B2 C3 D4 ആണ്. ഓപ്ഷൻ 2 A2 B3 C4 D1 ആണ്. ഓപ്ഷൻ 3 A5 B4 C1 D2. ഓപ്ഷൻ 4 A5 D1 C2 D5 ആണ്. സ്വരാട്, മിതവാദി, അൽ അമീൻ, കേരള കേസരി. മൊയ്യാരത്ത് ശങ്കരൻ, ബാരിസ്റ്റർ എ കെ പിള്ള, മൂർക്കോത്ത് കുമാരൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, സഹോദരൻ അയ്യപ്പൻ. പത്രങ്ങളും മാസികകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വർഷങ്ങൾ വെച്ച് മലയാളത്തിലെ പ്രധാനപ്പെട്ട മാസികകളും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് രൂപേണ നമ്മൾ വിദ്യാവിനോദിനി, രസികരഞ്ജിനി, അതുപോലെ ഇത്തരത്തിലുള്ള പത്രങ്ങൾ, അല്ലമീന്, പിന്നെ വക്കം അബ്ദുൽ ഖാദർ, മക്തിത്തങ്ങൾ, അവരുടെ എല്ലാവരുടെയും പത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു PPT-യിൽ. അപ്പൊ അത് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അത് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരെണ്ണം എന്തായാലും നമുക്ക് കുറച്ച് ഫെമിലിയർ ആയതായിരിക്കും അല്ലെ? അപ്പൊ അത് വെച്ചിട്ടെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും ഇതിൽ ഫെമിലിയർ ആയിട്ട് നമുക്ക് തോന്നണത്? അല്ലമീൻ ആയിരിക്കും അല്ലേ? കാരണം അല്ലമീൻ എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹിമാന്റെ ആണ് എന്നുള്ളത് നമ്മൾ പിന്നെ വളരെ എളുപ്പത്തിൽ ഓർത്തു വെക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സി എന്നുള്ളത് 4 ആണ് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മറ്റു പേരുകളും നമുക്ക് അത്ര സഹോദരൻ അയ്യപ്പനൊക്കെ ഫെമിലിയർ ആണെങ്കിൽ പോലും എന്താണ് മറ്റു പേരുകൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുക അല്ലമീൻ എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പോ C4 ആണ് എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ തന്നെ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ 2 ആയിരിക്കും. ആണോ? ഒന്നും കൂടി നമുക്കൊന്ന് ഉറപ്പിച്ച് നോക്കാം. കേരള കേസരി ഓപ്ഷൻ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കേരള കേസരി ആരാണ്? ഡി ഫസ്റ്റ് മൊയ്യാരത്ത് ശങ്കരനാണ്. ശരിയാണോ? ആലോചിക്കാം. D3 മിതവാദി എന്നുള്ളത് മൂർക്കോത്ത് കുമാരനാണോ? ആലോചിക്കാം. നമുക്കറിയാം നമ്മൾ അതും ആശാനെയൊക്കെ എടുക്കുന്ന സമയത്തും മിതവാദി മാസികയുടെ കാര്യം മൂർക്കോത്തിന് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് ഉറപ്പിച്ച് നോക്കാം. പിന്നെ സ്വരാട് എന്നുള്ളത് എന്താണ്? ബാരിസ്റ്റർ എ കെ പിള്ളയാണോ എന്നുള്ളത് നോക്കാം. ഇവിടെ എന്താണ്? ഓപ്ഷൻ 2 A2 B3 C4 D ഫസ്റ്റ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ? അപ്പൊ ഇവിടെ അല്ലമീൻ എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണെന്ന് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇനി ഓരോന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സ്വരാട് എന്നുള്ളത് 1921 കൊല്ലത്ത് നിന്ന് എ കെ പിള്ള ദ്വൈവാരികയായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ പോക്കാട്ട് രാഘവൻ പിള്ളയായിരുന്നു അതിന്റെ ആദ്യത്തെ പ്രസാധകര്. 1926 ഇതിന്റെ പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. മിതവാദി നമുക്കറിയാം മൂർക്കോത്ത് കുമാരൻ ആധിപത്യം സ്ഥാപിച്ചിരുന്ന പത്രമായിരുന്നു. 1904 തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. തലശ്ശേരിയിലെ വ്യാപാരിയായിരുന്ന ശിവശങ്കരനായിരുന്നു ഇതിന്റെ പത്രാധിപര്. 1913 ഓഗസ്റ്റില് C കൃഷ്ണൻ ഏറ്റെടുത്തിട്ട് ഇത് മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്നുള്ള പേരിൽ പ്രസിദ്ധീകരണം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അല്ലമീൻ അബ്ദുറഹിമാൻ സാഹിബിന്റെ കോഴിക്കോട്ട് നിന്ന് 1924 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുള്ള പത്രമാണ്. 30 ഇത് ദിനപത്രമായിട്ട് മാറുന്നുമുണ്ട്. അതുപോലെ കേരള കേസരി മൊയ്യാരത്ത് ശങ്കരന്റെ ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള കോൺഗ്രസ് ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേസരിയാണ് ഇതിന്റെ ഒരു അവതാരിക എഴുതിയിട്ടുള്ള ആള്. എന്റെ ജീവിതം എന്നുള്ള പേരിൽ ആത്മകഥ രചിച്ചിട്ടുള്ള ആള് കൂടിയാണ്. അതുപോലെ അപ്പൊ നമ്മൾ സ്വരാട് പറഞ്ഞു, മിതവാദി പറഞ്ഞു, അല്ലമീൻ പറഞ്ഞു, കേരള കേസരി പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമ്മൾ പത്രങ്ങളിലേക്കും മാസികകളിലേക്കും ആദ്യകാല മാസികകളിലേക്കൊക്കെ ഒന്ന് കുറച്ച് ഊന്നൽ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ചുകൂടി എന്താണ് കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കി പോകുന്ന, ഇപ്പൊ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇത് നോക്കി പോകുന്നത് മാത്രമല്ലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഉള്ള അറിവ് വെച്ച് നമുക്ക് ബാക്കിയുള്ളതിനൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം, സ്ഥാപിച്ച സംഘടനകളും അത് സ്ഥാപിച്ച ആളുകളെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. നവോത്ഥാന നേതാക്കളാണ്. എ വൈകുണ്ഠസ്വാമി, ബി ബ്രഹ്മാനന്ദ ശിവയോഗി, സി വാടപ്പുറം പി കെ ബാവ, ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1 ആലത്തൂർ സിദ്ധാശ്രമം, 2 കേരള മുസ്ലിം ഐക്യ സംഘം, ബാലസേവാ സമിതി, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ, സമത്വ സമാജം. ഇത് വേഗം കിട്ടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എ എന്നുള്ളത് ഓപ്ഷൻ എ A1 B5 C4 D2, ഓപ്ഷൻ ബി A5 5 റിപ്പീറ്റ് ചെയ്തതാണ്, A5 B3 ആണ്, C4 D2, അതുപോലെ A5 B3 C2 D4, ഡി A5 B1 C3 D2 ആണ്. അപ്പോ വൈകുണ്ഠസ്വാമികളുണ്ട്, ബ്രഹ്മാനന്ദ ശിവയോഗി, വാടപ്പുറം പി കെ ബാവ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരാള് കേരള മുസ്ലിം ഐക്യ സംഘം അല്ലെ. ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട, ആരുമായി ബന്ധപ്പെടാൻ സാധ്യത കൂടുതൽ? വക്കം മൗലവിയാണ് അല്ലെ. നമുക്ക് അറിയാം മക്തി തങ്ങൾ അതുപോലെ വക്കം മൗലവിയുടെ ഒക്കെ നേതൃത്വത്തിൽ 1922 മുതൽ 34 വരെ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു കേരള മുസ്ലിം ഐക്യ സംഘം എന്നുള്ളത്. അതുപോലെ ഇനി ആലത്തൂർ സിദ്ധാശ്രമം ആരുടെയാണ്? പാലക്കാട് ജനിച്ച് വളർന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് അല്ലെ. അപ്പൊ ബി ഫസ്റ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുക? ബി ഫസ്റ്റ് ആണ്. ഇനി വൈകുണ്ഠ സ്വാമികളെ നമുക്ക് നോക്കാം. വൈകുണ്ഠ സ്വാമികളെ നമ്മൾ ഏതുമായിട്ടാ ചേർത്ത് വയ്ക്കാൻ പറ്റുക? സമത്വ സമാജം അല്ലേ. സമത്വ സമാജമാണ് വൈകുണ്ഠ സ്വാമികളായിട്ട് നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് പറ്റുക. ആലത്തൂർ സിദ്ധാശ്രമം ഞാൻ പറഞ്ഞു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് കേരള മുസ്ലിം ഐക്യ സംഘമാകാനേ തരുള്ളൂ എന്നുള്ളത് പറഞ്ഞു വെച്ചു. അപ്പോൾ D2 ആണ്. അപ്പൊ D2 കുറെ ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് എ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഇവിടെ കുറച്ചുകൂടി എളുപ്പം. വൈകുണ്ഠ സ്വാമികളെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് നമുക്ക് സമത്വ സമാജം എന്നുള്ളത് കിട്ടേണ്ടതാണ്. അപ്പോൾ A5 വരുന്ന ഓപ്ഷൻ, അതുപോലെ D2 വരുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നോക്കുക. അതേതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ A5 ആണ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ. അപ്പോ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ സമത്വ സമാജം 1836 സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഈ ഓപ്ഷനിൽ കൊടുത്തത് ശരിയായിരുന്നു. ബി പിന്നെ നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഇപ്പൊ ഡി പറയുമ്പോൾ A5, ബി ഫസ്റ്റ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആലത്തൂരിൽ സിദ്ധാശ്രമം അദ്ദേഹം സ്ഥാപിക്കുന്നത് 1893 പിന്നെ 22 മുതൽ 34 വരെ കേരള മുസ്ലിം ഐക്യ സംഘം കൃത്യമായിട്ട് പ്രവർത്തിച്ചു. മൗലവിയും തങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വം എന്ന് പറയുന്നത്. അതുപോലെ 22 വാടപ്പുറം പി കെ ബാവ അദ്ദേഹത്തിന്റെ വകയായിട്ട് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കുകയുണ്ടായി. 1946 നമ്മുടെ ബാല സമുദായ സേവാ സമിതി രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിൽ ഓരോരുത്തരെയും നമുക്ക് എടുത്തു നോക്കാനാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയേണ്ടതായിട്ട് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരള ചരിത്രം നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പൊ വൈകുണ്ഠ സ്വാമികളൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് ഈ സമത്വ സമാജം വരുന്നത്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് അദ്ദേഹമാണ്. അതുപോലെ തുവയൽ പന്തി, ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള പരിശീലനം നൽകാനായിട്ട് തുവയൽ പന്തി കൂട്ടായ്മയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ നിശാ പാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പന്തിഭോജനം നടത്തിയിട്ട് ഐത്തത്തിനെ വെല്ലുവിളിച്ചിട്ടുള്ള ആളാണ്.
അതുപോലെ അഖിലത്തിരുട്ട്, അരുൾ നൂലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ ഇദ്ദേഹത്തിന്റെ സംഘടനയാണ്. ഇനി നമ്മൾ ശിവയോഗിനെ പറ്റി പറയുമ്പോൾ മനസ്സാണ് ദൈവം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ആളാണ് ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരുവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1893 അദ്ദേഹം മായന്നൂരില്, പാലക്കാടുള്ള മായന്നൂരിൽ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇതായിരുന്നു സാരാഗ്രഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദൻ. അതുപോലെ നമ്മൾ പി കെ ഭാവയെ പറ്റിയിട്ട് പറയുമ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചതിന്റെ പേരിലാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. തൊഴിലാളികളെ ആലപ്പുഴയിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന കയർ ഫാക്ടറിയിലുള്ള തൊഴിലാളികളൊക്കെ സംഘടിപ്പിച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഒരു ഇത് പറയും. ഗുരു അവിടെ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹവുമായിട്ടൊക്കെ ആലോചിച്ച് ഒരു അസോസിയേഷൻ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ പറ്റി. അതുപോലെ അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ നേതാവായിട്ടാണ് നമ്മൾ കാണുന്നത്. മലയാളം, ഉറുദു, അറബി, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയിട്ടുള്ള ഭാഷയിലൊക്കെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ്. അറബി ഭാഷയുടെ പ്രചാരണം, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ അതിനൊക്കെ മുൻകൈ എടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് അദ്ദേഹം 1937 സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ 1918 അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസികയും തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് നമുക്ക് പോവുകയാണെങ്കിൽ കുറെ പോകാനുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കാം. കാരണം ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു നമുക്ക് ഒരു ഉറപ്പും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതും പഠിക്കണം, ഇതിന്റെ അപ്പുറം ഉള്ളതും പഠിക്കണം എന്നുള്ള രീതിയിലാണ് പോവേണ്ടത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫോക്ലോറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എ ഗദ്ദിക, ബി ചാറ്റ്, സി മുറംകുലുക്കി പാട്ട്, ഡി കൂരാൻ കളി. നമ്മുടെ പട്ടിക 2 കൊടുത്തിട്ടുള്ളത് മലയർ, കാടർ, മന്നാൻ, അടിയർ, കാണിക്കാർ, ഇത്രയും വിഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതേത് വിഭാഗക്കാരുടെയാണ് ഏതേത് കലാരൂപങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓപ്ഷൻ 1 A4 B5 C1 D2, ഓപ്ഷൻ 2 A5 B4 C2 D ഫസ്റ്റ് ആണ്, ഓപ്ഷൻ 3 A4 B ഫസ്റ്റ് C5 D2 ആണ്, ഓപ്ഷൻ 4 A5 B3 C4 D2. ഇതിനകത്ത് ഗദ്ദിക, ചാറ്റ്, മുറംകുലിക്ക് പാട്ട്, ചാറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗദ്ദികനെ പറ്റി കൃത്യമായിട്ട് PPT-ക്കകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കൂരാൻ കളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. മലയർ, കാടർ, മന്നാൻ, അടിയർ, കാണിക്കാർ. ഇവിടെ നമ്മൾ തന്നിട്ടുള്ളതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. 2020, 2021 ആ സമയങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. നമുക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് മാത്രം ആലോചിക്കുക. ഗദ്ദികനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഗദ്ദിക എന്നുള്ള കാര്യം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് അടിയ വിഭാഗക്കാര്, അതായത് വയനാട്ടിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ഈ ഗദ്ദിക എന്ന് പറയുന്നത്. അത് ആരാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്? അടിയ വിഭാഗക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ ഗദ്ദിക എന്നുള്ളത് അടിയർ ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ A4 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ A4 ഇവിടെ വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്, 1ഉം 3ഉം. ഇനി ചാറ്റ് ആരുടെയാണ്? കാണിക്കാർ എന്ന് പറയുന്ന വിഭാഗക്കാരുടെയാണ് ചാറ്റ്. അപ്പൊ B5 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഏത് ഒഴിവാക്കാം? നേരത്തെ ഉണ്ടായിരുന്ന 3 ഒഴിവാക്കിയിട്ട് 1നെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ 1 A4 B5 C1 D2 ആണ് അല്ലെ. A4 ഗദ്ദിക എന്നുള്ളത് അടിയറാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ്. അതുപോലെ അടിയ വിഭാഗത്തിന്റെ കലാരൂപമാണ്. ഇത് വർഷത്തിൽ ഒരിക്കലാണ് നടത്തുന്നത്. അവര് ഈ
നാടിന്റെ നന്മയ്ക്ക് ഗുണത്തിനൊക്കെ വേണ്ടി നടത്തുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ മഹാമാരികളായിട്ടുള്ള പകർച്ചവ്യാധികൾ അതിനെയൊക്കെ തടയുക, ഭൂതപ്രേത പിശാചുക്കളെ തടയുക, അതൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളത്. നെല്ല് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മളിത് എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുപോലെ ചാറ്റ്, പരദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആദിവാസി വിഭാഗമായിട്ടുള്ള കാണിക്കാർ നടത്തുന്ന ചടങ്ങാണ്, മന്ത്രവാദ ചടങ്ങാണിത്. കൊക്കര എന്നുള്ള ഉപകരണമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കൊക്കര ഉപകരണങ്ങളും അതുപോലെ അനുഷ്ഠാന കലാരൂപങ്ങളും തമ്മിലുള്ള ഒരു ചേരുംപടിയും ചോദിക്കാറുണ്ട്. ചാറ്റ് എന്നാൽ ശുദ്ധിയാക്കല്, ശുദ്ധികർമ്മം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഇനി കൂരാൻ കളി എന്ന് പറയുന്ന കാടര് നടത്തുന്നതാണ്. കാടർ എന്നുള്ള ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ്. ഇതിന് സമാനമായിട്ടുള്ള കലാരൂപമാണ് അത്ര മാൻകളി എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾ കരടിയുടെ വേഷം കെട്ടി നടക്കുന്നു, മറ്റൊരാള് നായയാണെന്ന് ഭാവിച്ചിട്ട് അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് വരുന്നത്. ഇനി മുറംകുലുക്കി പാട്ട്, അത് മലയ വിഭാഗക്കാരാണ് നടത്തുന്നത്. മരണാനന്തരം ശരീരം വിട്ടൊഴിയുന്ന ആത്മാവിനെ യാത്രയാക്കാനായിട്ട് നടത്തുന്ന ചടങ്ങാണ്. മലയര് 16 വളയങ്ങളുള്ള ഒരു ഇരുമ്പ് ചങ്ങലയും ചെറിയ മുറവുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ മലയരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരണം? മലയര് വിഷ്ണുവിന് നടത്തുന്ന ബലിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ കൃതി ഏതാ? കുറുമൂർ പള്ളി ഒക്കെ പരാമർശം വരുന്ന നമ്മുടെ കൃതി ഏതാ? തിരുനിഴൽമാലയാണ് അല്ലെ? അനുഗ്രഹം, ബലി എന്നുള്ള അർത്ഥങ്ങളൊക്കെ വരുന്ന. അപ്പൊ അങ്ങനെ അതൊക്കെ കണക്ട് ചെയ്ത് പോണം കേട്ടോ. അപ്പൊ കൂരാൻകളി, മുറംകുലുക്കിപ്പാട്ട്, ഗദ്ദിക നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ 1 ആണ് സെലക്ട് ചെയ്തത്. A4 ഗദ്ദിക അടിയരാണ്. B5 ചാറ്റ് എന്നുള്ളത് ആരായിരുന്നു? കാണിക്കാരായിരുന്നു. C1 മുറംകുലുക്കിപ്പാട്ട് മലയരാണ്. D2 കൂരാൻകളി ആരാണ്? കാടരാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മുടെ 10 ചോദ്യം അവസാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകേണ്ടത്. ഇപ്പോൾ ചേരുംപടി മാത്രമല്ല, ഏത് ചോദ്യമാണെങ്കിലും, പ്രസ്താവന ടൈപ്പുള്ള ചോദ്യങ്ങളാണെങ്കിലും മറ്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിലും തിരഞ്ഞെടുക്കാനുള്ളതാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഈ ഒരു രീതി പിന്തുടരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറച്ചുകൂടി മുന്നിലെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ സാധിക്കേണ്ടത്? നമ്മളോട് എന്ത് ചോദിച്ചു അതിനപ്പുറത്തേക്ക് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക, കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതിനനുസരിച്ച് റിവിഷൻ നടത്തുകയും ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതുമാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാനും ഒരുപാട് പേർക്ക് ഉത്തരം പറയാനും പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്തരം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചതിലൂടെ, ടൈപ്പ് ചെയ്തിട്ടതിലൂടെ നിങ്ങൾ എന്താണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ട ഒരു കൃത്യമായ പ്രോസസ്സിലൂടെയാണ് കടന്നുപോയത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കുക, കൃത്യമായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും.